ഹലോ ഗുഡ് മോർണിംഗ് ടെന്നീസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെടുത്തതിൻ്റെ ബാക്കി കണ്ടിന്യൂഷൻ നമ്മൾ തുടങ്ങുകയാണ്. അതായത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം റൂഫാണ് എടുത്തിരുന്നത്. റൂഫിൻ്റെ ബാക്കിയുള്ള ഭാഗം, അതായത് കഴിഞ്ഞ പ്രാവശ്യം പിച്ചർ റൂഫ് നമ്മളെ ക്ലാസിഫിക്കേഷനിൽ പറഞ്ഞിരുന്ന പിച്ചർ റൂഫാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഫ്ലാറ്റ് റൂഫാണ്. പിച്ചർ റൂഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അതിന് റൂഫ് കവറിങ് മെറ്റീരിയൽസ് വേണം. അതൊക്കെ വേണം. പിന്നെ എന്താ പറയുക, ടൈൽസ്, ഓട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഷീറ്റ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒരു ഇത് വേണം. പക്ഷെ ഫ്ലാറ്റ് റൂഫിന് നമ്മൾ പിന്നെ അത്രത്തോളം ഇത് കൊടുക്കാറില്ല. അതായത് നമ്മളൊരു കണ്ടീഷൻ പറഞ്ഞിരുന്നു, ഫ്ലാറ്റ് എന്താണ്, മറ്റെന്താ ഒരു കണ്ടീഷൻ പറഞ്ഞിരുന്നു, മോർ ദാൻ 10 ഡിഗ്രി ആണ് നമ്മൾ 10 ഡിഗ്രീൻ്റെ താഴെ നമ്മൾ ഫ്ലാറ്റ് റൂഫായിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. മറ്റേത് നമ്മൾ എന്താ ചെയ്യാം, പിന്നെ ഇതിലാണ് വരിക, സ്ലോപ്പർ റൂഫിലാണ് വരിക. അപ്പോൾ അതിലിപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഫ്ലാറ്റ് റൂഫിൽ ഉപയോഗിക്കുന്നത് പിന്നെ ഈ പിന്നെ RSJ ഫ്ലാഗ് സ്റ്റോൺസ്, ജാക്കാർച്ച്, RCC റീൻഫോഴ്സ്ഡ് ബ്രിക്ക് വർക്ക്, ഇങ്ങനത്തെ ഉള്ള കുറേ റൂഫുകളുണ്ട്. നമ്മളിവിടെ ഉപയോഗിക്കാത്ത കുറേ റൂഫുകളുണ്ട്. ആ റൂഫാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിൽ. അപ്പോൾ ഇതിന് അഡ്വാൻറ്റേജ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. അത് നമ്മളിതിൽ അവസാനം പറയുന്നുണ്ട്. അപ്പോൾ നോക്കാം. അപ്പോൾ ഫ്ലാറ്റ് റൂഫ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, 10 ഡിഗ്രിയിൽ താഴെ കൊടുക്കാൻ. ശരി, എന്നാലും ഈ ഫ്ലാറ്റ് റൂഫിൽ നമ്മൾ ചെറിയൊരു റെയിൻ വാട്ടർ ഒഴുകി പോകാൻ വേണ്ടിയുള്ള ചെറിയ രീതിയിലുള്ള സ്ലോപ്പ് കൊടുക്കും, എന്നാലേ വാട്ടർ പോകുള്ളൂ. ശരിക്കും ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ ഈ അപ്പർ ഫ്ലോറിൻ്റെ കൺസ്ട്രക്ഷൻ മാതിരി തന്നെയാണ്. നമ്മൾ തട്ടിടുക എന്ന് പറഞ്ഞാൽ ആ ഒരു കണ്ടീഷനാണ് അപ്പർ ഫ്ലോർ എന്ന് പറയുന്നത്. ഏറ്റവും ടോപ്പിൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു അപ്പർ ഫ്ലോറിന് നമ്മളൊരു എക്സ്ട്രാ റെയിൻ വാട്ടർ മൂവ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു അസത്രം കൂടെ അതിൽ ചെയ്യാന്നുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം അതിൽ എന്തൊക്കെയാണ് വരുന്നെന്നുള്ളൂ. അപ്പോൾ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞെന്നുള്ളൂ. അഡ്വാൻറ്റേജിൽ വരുന്നുണ്ട്, ഇപ്പം തന്നെ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് അഡ്വാൻറ്റേജ് ഫ്ലാറ്റ് റൂഫ് നിങ്ങൾക്ക് തന്നെ ആലോചിച്ചറിയാം. നമുക്ക് പിന്നെ സ്ഥലമൊക്കെ കുറവായിരിക്കും. മേലെ നമുക്ക് ഒരു പ്ലെയിൻ ആയിട്ടും ഗാർഡൻ ആയിട്ടും സ്ലീപ്പിംഗ് ആൻഡ് സെലിബ്രേഷൻ ഫങ്ഷൻസ്, ഇതിനൊക്കെ നമുക്ക് മേലത്തെ ടെറസ് ഫ്ലാറ്റ് റൂഫ് ഉപയോഗിക്കാം. അപ്പോൾ കൺസ്ട്രക്ഷൻ വളരെ ഈസിയറാണ്. മറ്റേ മാതിരി നമുക്ക് സ്ട്രെസ്സ് മറ്റേ ഇതൊക്കെ നമ്മൾ കൊടുത്ത് റൂഫ് ഇടലോ, അതൊക്കെ കുറച്ച് പണിയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യാം. പിന്നെ ദേ ക്യാൻ ബി ഈസിലി മെയ്ഡ് ഫയർ പ്രൂഫ് കംപ്രഷൻ ടു പിച്ചർ റൂഫ്. മറ്റേ ഫയർ കംപ്രഷനും ഫയർ പ്രൂഫാണ്. ഫയർ കംപ്രഷനൊക്കെ വളരെ ഇതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലാണ്. അടുത്തത് സ്റ്റേബിളാണ്. ഹൈ വിൻഡിനെ മറ്റേ അഗെയിൻസ്റ്റ് കാറ്റൊക്കെ അടിച്ചാൽ നല്ല സ്റ്റേബിളാണ്. മറ്റേ നല്ല ചെരിവുള്ളതുകൊണ്ട് ഷീറ്റ് പാറിപ്പോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇതിനൊരു പ്രത്യേകത, ഫാൾ സീലിങ്ങിൻ്റെ ആവശ്യമില്ല. അടി നല്ല ഫ്ലാറ്റ് ആയതുകൊണ്ട് നമ്മൾ വേറെ സീലിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. മറ്റേ പിച്ചർ റൂഫ് ആണെങ്കിൽ വളരെ ചെരിഞ്ഞതല്ലേ, അപ്പം അതിന് ഇതിനൊക്കെ ആവശ്യം വരും. പിന്നെ വരുന്നത് കൺസ്ട്രക്ഷൻ ഓഫ് ഫ്ലോർ. പെട്ടെന്ന് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ കഴിയുന്നുള്ള ഒരു കൺസെപ്റ്റും കൂടി മറ്റുള്ള കമ്പയർ ചെയ്യുമ്പോൾ, അത്രയാണ് ഇതിൽ പറയുന്നത്. പിന്നെ അഡ്വാൻറ്റേജ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് ഡിസഡ്വാൻറ്റേജ് ഉണ്ടോ നമുക്ക് തന്നെ ആലോചിച്ചറിയാം. ഈ പിന്നെ നമുക്ക് ഇത് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ഈ എന്താണ് പറയുക, ട്രസ്സൊക്കെ ഉപയോഗിച്ച് നമ്മൾ വലിയ സ്പാനിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം 8 മുതൽ 12 വരെയൊക്കെ, 12, 13, 14 വരെ പോകുന്നുണ്ട്, 18 വരെ പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ കഴിയുന്ന ട്രസ് ഉപയോഗിച്ചുള്ള പിച്ചർ റൂഫിൽ കഴിയുള്ളൂ, മറ്റേതിൽ സാധിക്കില്ല. അപ്പോൾ ഇങ്ങനെ പിന്നെ ഡിസഡ്വാൻറ്റേജ്, അധികം സ്പാനിൽ ഇത് ചെയ്യാൻ കഴിയില്ല. അതായത് വിത്തൗട്ട് പില്ലറില്ലാതെ ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഫ്ലാറ്റ് റൂഫ്. പിന്നെ ഈ വെള്ളം കെട്ടി നിൽക്കുക, അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഇതിലുണ്ട്. പാക്കറ്റ്സ് വാട്ടർ ഫോം ചെയ്യുന്നുണ്ട് ഫ്ലാറ്റ് ആയതുകൊണ്ട്, എവിടെ ചെരിവൊക്കെ ക്ലിയർ അല്ലെങ്കിൽ നിൽക്കുന്നത്. പിന്നെ ക്രാക്സ് ഫോം ചെയ്യുന്ന ഒരു പ്രശ്നം. പിന്നെ അതൊക്കെയാണ് ഇതിലുള്ള വരുന്ന ഡിസഡ്വാൻറ്റേജ്. ഇനി നമുക്ക് ഏതൊക്കെയാണ് ഈ ഫ്ലാറ്റ് കൺസ്ട്രക്ഷൻ എങ്ങനെയൊക്കെയാണെന്നുള്ളതൊന്ന് ഇതിലേക്ക് നോക്കുകയാണ്. അപ്പോൾ അതിൽ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൺസ്ട്രക്ഷനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞു. 2 ഭാഗത്തേക്ക് സ്ലോപ്പ് ആക്കിയിട്ട് വെള്ളം പോകുന്ന രീതിയിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യും. നമ്മൾ സാധാരണ അപ്പർ ഫ്ലോറിൻ്റെ കൺസ്ട്രക്ഷൻ തന്നെയാണ് അതിന് ഏതാണ്ട് വരുന്നത്, വലിയ മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ ഈ റെയിന്, ഹീറ്റ്, സ്നോ ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഇതിന് പർപ്പസ് അതാണ്, നമുക്ക് മുമ്പേ അറിയാവുന്ന കേസാണ്. പിന്നെ ടോപ്പ് സർഫസിൽ നെസറി സ്ലോപ്പുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം.
അത് എങ്ങനെയൊക്കെ സ്ലോപ്പ് 2 ഡയറക്ഷനിലേക്ക് കൊടുക്കുക, 4 ഡയറക്ഷനിലേക്ക് കൊടുക്കുക, ഇങ്ങനെയൊക്കെയാണ് നമ്മളത് ചെയ്യുന്നത്. പിന്നെ ഇൻസുലേഷൻ നമ്മൾ കൊടുക്കാറുണ്ട്, വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ കൊടുക്കാറുണ്ട്. തെർമൽ ഇൻസുലേഷന് വേണ്ടിയിട്ട് പല പിന്നെ കോട്ടുകളും കൊടുക്കുന്ന പരിപാടി ഉണ്ട് ഈ ഫ്ലാറ്റ് റൂഫിൽ കേട്ടോ. അത് വെള്ളം ചോരാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ട് കൊടുക്കുന്ന പല ട്രീറ്റ്മെൻറ്റുകൾ, ടെമ്പറേച്ചർ വേരിയേഷൻ അങ്ങനെയൊക്കെ ഉണ്ടാവണമെങ്കിൽ നമ്മൾ ക്രാക്കൊക്കെ ഇല്ലാതിരിക്കാൻ പല ട്രീറ്റ്മെൻറ്റുകളും കൊടുക്കാറുണ്ട്. ഇനി നമുക്ക് ഏതൊക്കെ നോക്കാം, അതിൽ ഏതാണ് ഫ്ലാറ്റ് റൂഫിൽ. അപ്പോൾ ഇതിൽ ആദ്യം പറഞ്ഞ മഡ് ടെറസ് റൂഫാണ്. നമുക്കറിയാം മഡ് എന്ന് പറഞ്ഞാൽ മണ്ണാണ്, അതുകൊണ്ടുള്ള ടെറസ്. അത് നന്നായിട്ട് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ഇത് പറയാം. പിന്നെ ബ്രിക്ക് കോൺക്രീറ്റ് ടെറസ് റൂഫ് ഉണ്ട്, അതിന് ഇൻക്ലൂഡിങ് മദ്രാസ് ടെറസ് റൂഫ് എന്ന് പറയാറുണ്ട്. പിന്നെ ജാക്കാർച്ച് ഫ്ലാറ്റ് റൂഫ്, അത് നമ്മൾ പറഞ്ഞതാണ് നിങ്ങൾക്ക്. ജാക്കാർച്ച് നമ്മൾ മറ്റേ അപ്പർ ഫ്ലോറിൽ ഉണ്ടായിരുന്നു, അത് തന്നെയാണ് ഇത്, വേറെ മാറ്റില്ല, ചെറിയൊരു സ്ലോപ്പ് കൊടുക്കുന്നു മാത്രം. പിന്നെ RCC, ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന RCC, അതായത് നമ്മൾ ഫ്ലാറ്റായിട്ട് കൊടുക്കുന്ന റൂഫുകൾ, റീൻഫോഴ്സ്ഡ് ബ്രിക്ക് സ്ലാബ് റൂഫ് ഉണ്ട് ഇത്. പിന്നെ ബംഗാൾ ടെറസ് റൂഫ്, ഇത്രയാണ് ഇതിൽ ഒരു ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. അപ്പോൾ അത് നമുക്കിതിലേക്ക് നോക്കാം. ഈ മഡ് ടെറസ് റൂഫ് എന്താണെന്ന് നോക്കാം. എന്താണ് മഡ് ടെറസ് റൂഫ് എന്ന് പറഞ്ഞാൽ? മഡാണ്, മണ്ണാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ മഴ പെയ്താൽ നിങ്ങൾക്കറിയാം മണ്ണ് ഒലിച്ച് ലയിക്കുന്നതാണ്, വെള്ളത്തിൽ ലയിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങളിലൊന്നും സാധാരണ ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. മഴ വളരെ കുറവുള്ള സ്ഥലങ്ങൾ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതിനും പിന്നെ എന്തെങ്കിലും റീൻഫോഴ്സ്ഡ് ആയിട്ട് എന്തെങ്കിലും ഇതൊന്നും ഇതിൽ പ്രത്യേകിച്ച് പറയുന്നില്ല. ദിസ് മഡ് ടെറസ് ഈസ് കൺസ്ട്രക്റ്റഡ് ഔട്ട് ഓഫ് വുഡ് വൈറ്റ് എർത്ത് കൺസ്ട്രക്ടിങ് എ ലാർജ് പെർസെൻറ്റേജ് ഓഫ് സോഡിയം സാൾട്ട് എന്ന് പറഞ്ഞ സാധനം കൊണ്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് എന്തെങ്കിലും റീൻഫോഴ്സ്ഡ് ആയിട്ട് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടാവും. ഇതിനെ ഡീറ്റെയിൽസ് ആയിട്ടില്ല, കാരണം അത് ഉപയോഗിക്കാത്ത കേസ് ആയതുകൊണ്ട് അതിന് ഡീറ്റെയിൽസ് വരുന്നില്ല. ബാക്കിയുള്ള അതിൽ വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് പോവാം. ഇപ്പോൾ പിന്നെ എക്സിമോകൾ എന്ന് പറഞ്ഞൊരു മനുഷ്യന്മാരുടെ ഒരു വർഗ്ഗക്കാരുണ്ട്. അവർ മഞ്ഞ് ഉള്ള സ്ഥലത്ത് ജീവിക്കുന്ന ടീമാണ്. അപ്പോൾ അവരും വീട് വയ്ക്കുന്നുണ്ട്. അവർ മഞ്ഞിൻ്റെ പ്ലാങ്കാണ് മഞ്ഞിൻ്റെ പലകകളെ കൊണ്ടൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതേമാതിരി എന്താണ് അവൈലബിലിറ്റീസ് അതിനനുസരിച്ചിട്ട് സന്ദർഭത്തിനനുസരിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ ബ്രിക്ക് കോൺക്രീറ്റ് ടെറസാണ് രണ്ടാമത്തത്. അപ്പോൾ അതിനിവിടെ നമുക്ക് ഫിഗറും ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാനൊന്നാണ് ആദ്യം പറയാം, പെട്ടെന്ന് പറയുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ ഇപ്പോൾ ഇതാണ് നമ്മളെ റൂം എന്ന് വെച്ചാൽ, ഇതിൻ്റെ ആദ്യം കൊടുക്കുന്നത് ഒരു ബീം കൊടുക്കും. 1.2 ഷോർട്ടർ സ്പാനിൽ ഇങ്ങനെ നീളത്തിൽ കൊടുക്കുക വിചാരിച്ചിട്ട് 1.2 to 2.5 മീറ്ററിൽ വരെ അങ്ങനത്തെ ബീം ആദ്യം പ്രൊവൈഡ് ചെയ്യും വാളിൽ. ഇത് പാരപ്പറ്റ് വാളാണ്, നമ്മുടെ മെയിൻ വാളാണ്. അപ്പോൾ ഇതിൽ കൊടുക്കും. അപ്പോൾ ഒരു 1.2 സ്പേസ് ചെയ്തിട്ട് എത്ര ലെങ്ത് ഉണ്ട് വെച്ചാൽ അതിനനുസരിച്ചിട്ട് അതിൻ്റെ മേലെ നമ്മൾ ജോയിസ്റ്റ്, അതായത് ഇതാ ഇവിടെ കാണുന്നില്ല, ജോയിസ്റ്റ് കൊടുക്കും. അതൊരു 30 സെൻറ്റിമീറ്റർ ലോങ്ങർ ഡയറക്ഷനിൽ കൊടുക്കുക, അങ്ങനെ നീളത്തിൽ. അപ്പർ ഫ്ലോറിൻ്റെ മറ്റൊരു കൺസ്ട്രക്ഷൻ മെത്തേഡ്. അപ്പോൾ ഷോർട്ടർ സ്പാനിൽ 1.2 മുതൽ 2.5 നമ്മൾ സ്പേസ് ചെയ്തിട്ട് കുറേ ബീമുകൾ കൊടുക്കുക. ആ ബീമിൻ്റെ മേലെ എക്രോസ് ആയിട്ട് ലോങ്ങർ സ്പാനിൽ ജോയിസ്റ്റുകൾ കൊടുക്കുക. ഒരു 30 സെൻറ്റിമീറ്റർ, ഒരു അടി സ്പേസിൽ ഇങ്ങനെ കൊടുക്കുക. എന്നതിൻ്റെ ശേഷം 2 കോഴ്സ് ഓഫ് ഫ്ലാറ്റ് ടൈൽസ്, അത് 1 കോഴ്സ് ഓഫ് ബ്രിക്ക് ആവാം, മറ്റേത് 2 കോഴ്സ് ഓഫ് ഫ്ലാറ്റ് ടൈൽസ് ആവാം. അപ്പോൾ ഫ്ലാറ്റ് ടൈൽസ് എന്ന സ്റ്റോണിൻ്റെ കിട്ടും. ഇതൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ മേലെ 2 കോഴ്സുകൾ കൊടുക്കും. അപ്പോൾ ആദ്യത്തെ ബ്രിക്ക്, പിന്നെ നമ്മൾ ടൈൽസ്, പിന്നെ ഇതിൻ്റെ മേലെ പ്ലാസ്റ്റർ ചെയ്യുക. പ്ലാസ്റ്റർ ചെയ്യുക എന്ന് പറഞ്ഞാൽ സിമെൻറ്റ് മോട്ടോർ, ലൈം മോട്ടറൊക്കെയാണ് പണ്ട് കാലങ്ങൾ ഉപയോഗിച്ചിരുന്നത്. ആ ഭാഗത്തൊക്കെ എപ്പോഴും അങ്ങനെ തന്നെ ഉപയോഗിക്കുന്നത്, ലൈം മോട്ടർ ഉപയോഗിച്ചിട്ട് പ്ലാസ്റ്റർ ചെയ്യുക. അതിനൊരു പർട്ടിക്കുലർ സ്ലോപ്പ് 2 ഭാഗത്തേക്കും കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഫ്ലോർ ഫിനിഷിങ് എന്ത് വേണമെങ്കിലും പല രീതിയിൽ ചെയ്യാൻ പറ്റും, ഇതിൻ്റെ മേലെ ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞ ഏതാണ് ബ്രിക്ക് കോൺക്രീറ്റ് റൂഫ്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത്ര തന്നെയുള്ളൂ. അതിൽ തന്നെ അതിൻ്റെ ഒരു ഫോമുകളാണ്. അപ്പോൾ ഇതിലെന്താ, റൂം ഓവർ ഗിർഡേഴ്സ് പ്ലേറ്റ് വുഡ് ഓർ സ്റ്റോൺ അറ്റ് റെഗുലർ ഇൻ്റർവെൽസ് 1.2 to 2.5. above this joints കൊടുക്കുന്നുണ്ട്. ആർ പ്ലേസ്ഡ് റൈറ്റ് ആംഗിൾ ടു ദ ബീംസ് അറ്റ് സ്പേസിങ് 30. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. അങ്ങനെ ഓവർ ജോയിസ്റ്റ് 2 കോഴ്സസ് ഓഫ് ഫ്ലാറ്റ് ടൈൽസ്, 1 കോഴ്സസ് ഓഫ് ബ്രിക്ക്, 2 കോഴ്സ് ഫ്ലാറ്റ് സ്റ്റോണും അതിൻ്റെ മേലെ ബ്രിക്ക് കോഴ്സും കൊടുക്കുക. പിന്നെന്താ പറയുന്നത്,
അത് ലൈം മോട്ടറിൽ സിമെൻറ്റ് മോട്ടറിൽ സെറ്റ് ചെയ്യുക. ഫൈനലി ഓവർ വിത്ത് 7.5 to 10 സെൻറ്റിമീറ്റർ പ്ലാസ്റ്റർ 10 സെൻറ്റിമീറ്ററോ പ്ലാസ്റ്റർ അങ്ങനെ രണ്ട് ഭാഗത്തേക്കും ചെരിച്ച് കൊടുക്കണം. അത്ര തന്നെ ഉള്ളൂ അതിൽ. ഇനി നമുക്ക് അടുത്ത് വരുന്നത് ബംഗാൾ ടെറസ്ഡ് റൂഫ്. ബംഗാൾ ടെറസ്ഡ് റൂഫ് എന്ന് പറഞ്ഞാൽ ഇത് വരാന്തയിൽ കൊടുക്കുന്ന സംവിധാനമാണ്. ഇതിൽ നോക്കാം നമുക്ക്. ഇതുണ്ട്, അത് തള്ളപ്പര വലിയ വാളാണ്, ഇത് വരാന്ത വാളാണ്. വാളാവാം, അല്ലെങ്കിൽ പിന്നെ ഇത് ഓപ്പൺ സ്പേസ് ആണ്. വരാന്ത മിക്കവാറും ഓപ്പൺ ആയിരിക്കും. അപ്പം ഇങ്ങനെ പില്ലർ കൊടുത്തിട്ട് അതിൻ്റെ ഇടയിൽ ഒരു ബീം ഉണ്ട്. അപ്പോൾ ആ ബീമിന് ഇതിൽ വേറൊരു പേരാണ് പറയുന്നത്. ഇതിൽ പറയുന്നുണ്ടാവും, നോക്കാം. അതുപോലെ ആ ബീമിന് വേറൊരു പേര് പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് എന്തൊക്കെ നോക്കാം, എന്നിട്ട് ഇതിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ആദ്യത്തെ ഇതിപ്പോൾ നമ്മളെ പില്ലറോ അല്ലെങ്കിൽ ബീമോ, ഇത് അവിടെ ബീം ഓപ്പൺ ആയിട്ടുള്ള സ്പേസിലാണെങ്കിൽ നമ്മൾ സിറ്റ് ഔട്ടിലൊക്കെ ബീം കൊടുക്കുന്ന മാതിരി അതിന് ഇതിൽ പേര് വരുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. ബ്രസുമർ എന്നാണ് പറയുന്നത്. ബ്രസുമർ അത് എന്ന് പറഞ്ഞാൽ ലിൻഡലോ വുഡിൻ്റെ ഒരു ബീമാണ്, അല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ ബീം കൊടുക്കുന്നതിന് വരാൻ കൊടുക്കുന്നത് പഴയ കാലത്തെ കൺസ്ട്രക്ഷനാണ് കേട്ടോ. അപ്പോൾ ഈ റാഫ്റ്റേഴ്സ് ആദ്യം നമ്മൾ ഇൻസേർട്ട് ചെയ്തതിലേക്ക് റാഫ്റ്റർ, ഇത് വരാന്ത പില്ലർ, ഇങ്ങനത്തെ റാഫ്റ്റേഴ്സ് കൊടുക്കും. അതൊരു അടി 30 സെൻറ്റിമീറ്ററിൽ ഇങ്ങനെ നീളത്തിൽ കൊടുത്തു പോകും. വരാന്തേൻ്റെ നീളത്തിൽ പിന്നെ ഇപ്പോൾ അത് കൊടുക്കുന്നത് ഷോർട്ടർ സ്പേസിൽ കൊടുക്കും. അങ്ങനെ നീളത്തിൽ 30 സെൻറ്റിമീറ്റർ ഇങ്ങനെ കൊടുക്കും. അതിൻ്റെ മേലെ ബാറ്റൻസ് പറഞ്ഞാൽ സ്ക്വയറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതൊരു 15 സെൻറ്റിമീറ്ററിൽ അങ്ങനെ കൊടുക്കും. ഇതിൻ്റെ മേലെ ലോങ്ങർ സ്പാനിൽ ഇങ്ങനെ കൊടുക്കും. മനസ്സിലായല്ലോ. പിന്നെ നമ്മൾ കൊടുക്കുന്നത് ഇതിൻ്റെ മേലെ ഇപ്പോൾ റാഫ്റ്ററായി ബാറ്റൻസായി. ഇനി ഇതിൻ്റെ മേലെ ഫ്ലാറ്റ് ടൈൽസ് ഇൻ മോർട്ടാർ. ഇതിൻ്റെ മേലെ ഫ്ലാറ്റ് ടൈൽസ്. അപ്പോൾ ബാറ്റൻസ് ആർ പ്രൊവൈഡഡ് അറ്റ് റൈറ്റ് ആംഗിൾ ടു റാഫ്റ്റേഴ്സ് ആൻഡ് സെൻറ്റർ ടു അതിൽ ഞാൻ പറഞ്ഞ തന്നെയാണ്. എ കോഴ്സ് ഓഫ് ഫ്ലാറ്റ് ടൈൽസ് ലാർഡ് ഇൻ മോർട്ടാർ ലെയ്ഡ് ആണ് കേട്ടോ, അത് തെറ്റാണ്. ഓവർ ദ ബാറ്റൻസ്, അതിൻ്റെ മേലെ ലെയ്ഡ് ചെയ്യും. ഫൈനലി ദ സർഫസ് ഓഫ് റൂഫ് ഈസ് ഫിനിഷ്ഡ് ഇനി വൺ ഓഫ് ദി ഫോളോയിങ് മെത്തേഡ്. എന്നതിന് ശേഷം ആ ടൈൽസിൻ്റെ മേലെ നമ്മൾ ഏതെങ്കിലും മെത്തേഡിൽ ഫ്ലോർ ഫിനിഷിങ് ചെയ്യാം. 2 or more courses of flat tiles are laid and then the surface of roof is rubbed, polished with 2 or 3 courses. ഈ പറഞ്ഞ രീതിയിൽ പോളിഷ് ചെയ്യാം. അതിൻ്റെ മേലെ ടൈല് വയ്ക്കുക, റബ്ബ് ചെയ്യുക, പോളിഷ് ചെയ്യുക. പിന്നെ അല്ലെങ്കിൽ വേറെ ഒരു കേസ് കൂടി ഇതിൽ പറഞ്ഞിട്ടുണ്ട്, എ ലെയർ ഓഫ് ഫൈൻ ജെല്ലി കോൺക്രീറ്റ്. സാധാ നമ്മളെ ഫൈനായിട്ടുള്ള ബേബി മെറ്റൽ ഉപയോഗിച്ചുള്ള ഇതിൻ്റെ മേലെ കൊടുക്കുക. ഫ്ലാറ്റ് ടൈൽസിൻ്റെ മേലെ നമ്മൾ ലെയ്ഡ് ചെയ്യുക. തിക്നെസ് പറയുന്നത് ഒരു 4 സെൻറ്റിമീറ്ററിൽ. പിന്നെ ആസ് ദ ടൈപ്പ് ഓഫ് ജനറലി യൂസ്ഡ്, പിന്നെ ഇതിൻ്റെ അങ്ങനെ വെറും സിമെൻറ്റിൽ ഒരു കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള ഫിനിഷിങ് മാത്രം. ഇങ്ങനെ 2 രീതിയിലും ചെയ്യാമെന്നാണ് പറയുന്നത്. പിന്നെ ആസ് ദ ടൈപ്പ് ഓഫ് റൂഫ് ഈസ് ജനറലി യൂസ്ഡ് ബംഗാൾ സ്റ്റേറ്റ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് കവർ വരാന്ത ഈസ് നോൺ ആസ് ബംഗാൾ ടെറസ് റൂഫ്. അതുകൊണ്ടാണ് ആ പേര് വന്നിരിക്കുന്നത് കേട്ടോ. ബംഗാളിലാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. വരാന്തയ്ക്കും കൂടിയാണ് ഈ പറഞ്ഞ മെത്തേഡ് എന്താണ് ബംഗാൾ ടെറസ് റൂഫ് ഉപയോഗിക്കുന്നത്. അത് ഓർമ്മിച്ചാൽ മതി. ഇനി മദ്രാസ് റൂഫ്, ഇത് ഓരോ സ്ഥലത്ത് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ആ പേര് വരുന്നത് തോന്നുന്നുണ്ട്. ഇതിൽ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഞാൻ ഇതിലേക്ക് പോകുന്നില്ല, ഇതിൽ നോക്കി പെട്ടെന്നാണ് പറഞ്ഞുതരാം എങ്ങനെയൊക്കെയാണെന്നുള്ളത്. സ്പീക്കറൊന്ന് വലുതാക്കിയിട്ട് കണ്ടോ. ഇതിലിപ്പോൾ ഇത് വാളാണ്, ഇത് മറ്റൊരു വാളാണ്, ഇത് നമ്മൾ ഔട്ട് സൈഡിലുള്ള വാളാണ്. അതുകൊണ്ടാണ് ഇത് പാരപ്പറ്റ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ ഇതൊരു റൂമിൻ്റെ സ്പാനാണ് വിചാരിച്ചോളൂ. ഇപ്പോൾ ഷോർട്ടർ സ്പാനാണ്, ഇത് നീളത്തിൽ അങ്ങോട്ടുണ്ട്. ഇത് സെക്ഷനാണ് കേട്ടോ, മറക്കരുത്. അപ്പോൾ ഷോർട്ടർ സ്പാനാണ്. ഇതാണ് സ്പാൻ അറിയാലോ, നമ്മളന്ന് പറഞ്ഞ ടെക്നിക്കൽ ടേംസ്. അതിൽ നമ്മൾ ഷോർട്ടർ സ്പാനിൽ ഒരു എന്താ പറയുക, ഒരു RSJ ബീം റോൾഡ് സ്റ്റീൽ ജോയിസ്റ്റ് പ്രൊവൈഡ് ചെയ്യും. സാധാരണഗതിയിൽ നമ്മൾ പറയുന്ന RSJ ബീം തന്നെ കൊടുക്കുന്നത്. അപ്പോൾ അതും പിന്നെ അത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മേലെ ഇത് എത്ര എണ്ണം എന്നുള്ളതിൽ പറയുന്നുണ്ടോ നോക്കിക്കോണം. എത്രത്തോളം ഉണ്ടെന്ന് അതിൻ്റെ ആ ജോയിസിൻ്റെ പിന്നെ എത്രത്തോളം ഉണ്ടെന്നുള്ളത് പറയുന്നില്ല, എത്ര സ്പാനിലാന്നുള്ളത് കാണുന്നില്ല. എന്തായാലും ഇപ്പോൾ നമ്മൾ നേരത്തെ 1.2 കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി 1 കൊടുത്താലും മതിയാവും. വലിയ റൂമൊന്നും ഉണ്ടാവില്ല, ചെറിയ റൂമുകളായിരിക്കും. അല്ലെങ്കിൽ 1-2 RSJ ബീം സ്പേസിങ് എത്രയെന്ന് ഇതിൽ പറയുന്നില്ല, കറക്റ്റായിട്ട് നോക്കാം.
ഏതായാലും RCA ബീം കൊടുത്തു. അതിൻ്റെ മേലെ ഒരു ഫർണിങ് പീസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ടീക്ക് കൊണ്ട് തന്നെയാണ്, ആ മരം കൊണ്ട് തന്നെയാണ്. എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഫ്ലാറ്റ് അല്ലേ, ഇത് നമുക്ക് രണ്ട് ഭാഗത്തേക്കും ചെരിവ് വെള്ളം പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്, അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഒരു വുഡ് പീസിനെ രണ്ട് ഭാഗത്തേക്കും ചെത്തി ഒഴിവാക്കിയിട്ട് ഇങ്ങനെ സ്ലോപ്പിൽ ഒരു സ്ലോപ്പാക്കി കൊടുത്തിട്ട്, ഇത്രയൊന്നും ഉണ്ടാവില്ല, ചെറിയൊരു സ്ലോപ്പിൽ കൊടുത്തതിന് ശേഷം ഈ RCA ബീമിൻ്റെ മേലുണ്ട്. അതിൻ്റെ മേലെ പിന്നെ ഇതിപ്പോൾ നമ്മൾ അക്രോസ് ആയിട്ടും കൊടുത്തിട്ടുണ്ടാവുക, ഈ എലോങ് ആയിട്ട് ഇതിൻ്റെ പേര് നമ്മൾ ടീക്ക് വുഡ് ജോയിസ്റ്റ്, മരത്തിൻ്റെ ജോയിസ്റ്റുകൾ ഇങ്ങനെ കൊടുക്കുക നേരിട്ട്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? നീളത്തിൽ കൊടുക്കുക. അപ്പോൾ ഈ പിന്നെ ഇതിൻ്റെ അടുത്ത ജോയിസ്റ്റ് അടുത്തുണ്ടായിരിക്കും, പിന്നെ സ്പേസ് ചെയ്തിട്ട് നമ്മളെ റൂമിനെ ഡിപ്പെൻഡിങ് അപ്പോൺ ദ റൂം അതിനനുസരിച്ചിട്ട് നമ്മളിങ്ങനെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇനി ഇപ്പോൾ നമ്മൾ ടീക്ക് വുഡ് ജോയിസ്റ്റ് നീളത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ നമുക്ക് പിന്നെ എന്താ കൊടുത്തിരിക്കുന്നത് നോക്കും, ടെറസ് ബ്രിക്ക്. ഇതിൻ്റെ സൈസ് പറയുന്നുണ്ട്, വലിയ ബ്രിക്കാണ്, 75, 15, 25 ആണ് ഇതിൻ്റെ സൈസ് പറയുന്നത്. അപ്പോൾ നീളത്തിലുള്ള വലിയ ടൈൽസ്, കാരണം ഇതിൻ്റെ മേലെ നമ്മൾ ഇനി കോൺക്രീറ്റ് ആണ് ഇടുന്നത്. കോൺക്രീറ്റിന് സാധാ കോൺക്രീറ്റ് അല്ല. അപ്പോൾ ഇവിടെ അങ്ങനെ ഫില്ല് ചെയ്ത് നിൽക്കാഞ്ഞാൽ ഈ കോൺക്രീറ്റ് താഴത്തേക്ക് പോരും, ഇവിടെയൊക്കെ ഹോളല്ലേ വരിക. അപ്പോൾ അത് ഫില്ല് ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ നീളത്തിലുള്ള ബ്രിക്കായിരിക്കും. ആ ബ്രിക്ക് ഇങ്ങനെ നിരത്തി ഇതിൻ്റെ മേലെ വയ്ക്കുക ചെയ്യാം, ഇതിൻ്റെ മേലെ ടീക്ക് വുഡ് ജോയിസ്റ്റിൻ്റെ മേലെ. അപ്പോൾ ഫില്ല് ചെയ്ത് തീരെ ഗ്യാപ്പില്ലാതെ അടുപ്പിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. ഒരു പലകമായി തന്നെ ആകും അവസാനം മുഴുവൻ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ. അതിൻ്റെ മേലെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ബ്രിക്ക് ബാറ്റ് ഉപയോഗിച്ച് കോൺക്രീറ്റ് ഇതിൻ്റെ മേലെ, ബ്രിക്ക് ബാറ്റാണ്. ബ്രിക്ക് ബാറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ എന്തൊക്കെ ഉണ്ടെന്ന് അറിയാം, ഗ്രാവലുണ്ട്, ബ്രിക്കിൻ്റെ പൊടിഞ്ഞ അതാണ് ബാറ്റ്, ബ്രിക്ക് ബാറ്റുകളുണ്ട്, പിന്നെ 50% ലൈം വാട്ടർ, അതിൻ്റെ ഒരു പ്രൊപ്പോർഷൻ 1 പാർട്ട് ഓഫ് ഗ്രാവൽ, പിന്നെ സാൻഡ് 50% ലൈം വാട്ടർ ബൈ വോളിയം. ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ച് അതിൻ്റെ മേലെ ഒരു കോൺക്രീറ്റ് ചെയ്യും. അതാണ് ഈ ലെയർ കേട്ടോ. ഇത് നമ്മളെ ബ്രിക്കാണ്, സ്പെഷ്യൽ പ്രിപ്പയർഡ് ബ്രിക്കാണ്. പിന്നെ കോൺക്രീറ്റ് ഈസ് വെൽ റാംഡ്. ഓക്കെ, 3 days അലൗഡ് ടു ടെസ്റ്റ്. അപ്പോൾ സെറ്റ് ആവാൻ 2-3 ദിവസമൊക്കെ കൊടുക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ സാധാരണ റാം ചെയ്യുന്ന മേലെ തന്നെ കൊടുക്കും. പിന്നെ അതിൻ്റെ മേലെ ഫ്ലാറ്റ് ടൈൽസ് ആർ ദെൻ ലൈഡ് ഓവർ ദ കോൺക്രീറ്റ്. ദെൻ ടൈൽസ് ആർ ലൈഡ് 2 courses 50 mm തിക്നെസ്സിൽ. ഈ ടൈൽസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ വിചാരിച്ച മാതിരി സെറാമിക് അല്ല കേട്ടോ. പല ടൈൽസുകളും അവൈലബിൾ ആണ്. ആ സ്ഥലത്തുള്ള സ്റ്റോണിൻ്റെ തന്നെ ഒരുപാട് ബ്ലാക്ക് സ്റ്റോൺ ഇങ്ങനത്തെ പല സാധനങ്ങളും നമുക്ക് കിട്ടും, പിന്നെ കടപ്പ അങ്ങനത്തെ സാധനങ്ങൾ. പിന്നെ ഫൈനലി സർഫസ് ഓഫ് റൂഫ് ഈസ് ഫിനിഷ്ഡ് 3 coat ഓഫ് പ്ലാസ്റ്റർ. അതിൻ്റെ മേലെ നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്ത് ഫിനിഷ് ചെയ്യും. അപ്പോൾ ഈ ടൈൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളെ സെറാമിക് ടൈൽസ്, നല്ല ഡിസൈനിലുള്ള ടൈൽസ് ഒട്ടിച്ചിട്ട് പിന്നെ അതിൻ്റെ മേലെ കൊണ്ടുപോയിട്ട് പ്ലാസ്റ്റർ ചെയ്യുക എന്നുള്ള ആവരുത്. ഇത് ഉദ്ദേശിക്കുന്ന ഇതാണ്. പിന്നെ അതിൻ്റെ മേലെ നമ്മൾ പ്ലാസ്റ്റർ ചെയ്യും. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഫ്ലാഗ് സ്റ്റോൺ മാറ്റ സ്റ്റോണുകൾ ഉപയോഗിച്ചുള്ള ടൈലായിരിക്കും. ദിസ് ടൈപ്പ് ഓഫ് മദ്രാസ് സ്റ്റേറ്റിലാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്, തമിഴ്നാട്ടിൽ. അതുകൊണ്ടാണ് ഇതിനെ മദ്രാസ് ടെറസ് റൂഫ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തതല്ല ഫ്ലാറ്റ് റൂഫാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ജാക്ക് ആർച്ച് ഫ്ലാറ്റ് റൂഫ്, ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തെന്ന കേസാണ്, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. അപ്പോൾ അത് ഞാൻ വീണ്ടും നിങ്ങളെ സമയത്തിന് ഇതാക്കാൻ വേണ്ടി കൊടുക്കുന്നില്ല. പിന്നെ ബ്രിക്കോണ്ട് ഒരു ആർച്ച് ഉണ്ടാവും, ഇവിടെ RCA ബീം ഉണ്ടാവും, ഇതിൻ്റെ ഇടയിൽ കോൺക്രീറ്റ് ഫില്ല് ചെയ്യും, ഇതിൻ്റെ മേലെ ടൈൽസ് അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഫിനിഷിങ്, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് ഇനി റീൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ഓർ റീൻഫോഴ്സ്ഡ് ബ്രിക്ക് ഫ്ലാറ്റ് റൂഫ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ 2 രീതിയിലുണ്ട്. ഇതൊരു ഓൾഡൻ രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ റീൻഫോഴ്സ്ഡ് ബ്രിക്ക് ഉപയോഗിച്ചിട്ടും ചെയ്യുന്നുണ്ട്, RCC. ഇതിലിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് അടുത്ത പോർഷനിലൊക്കെ അത് വരുന്നുണ്ട് RCCനെ പറ്റി പറയുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ സ്ലാബ് എന്ന് പറഞ്ഞ ഒരു 10 സെൻറ്റിമീറ്റർ 12 സെൻറ്റിമീറ്റർ നമ്മൾ കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ സ്ലാബിൻ്റെ ഇതിൽ വരുന്ന റീൻഫോഴ്സ്മെൻറ്റ് വേണം. റീൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിവിടെ നേരത്തെ ബീമും പിന്നെ RCA ബീമും ജോയിസ്റ്റും ഇങ്ങനത്തെ ഒക്കെ കൊടുത്തല്ലോ, അതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് കമ്പികളാണ്. അപ്പോൾ ഒരു 2-3 തരം കമ്പികൾ നമ്മളിതിൽ ഉപയോഗിക്കുന്നുണ്ട്. ആദ്യം നമ്മൾ ഷോർട്ടർ സ്പാനിൽ വലിയ ഡയമീറ്ററുള്ള കമ്പികൾ 10 mm അല്ലെങ്കിൽ 8 mm ഉള്ള ഇത് നമ്മൾ പിന്നെ ഷോർട്ടർ സ്പാനിൽ ഇങ്ങനത്തേലിടും, നീളത്തിൽ, അതായത് റെക്ടാങ്കുലർ ഷേപ്പാണ്. അതിൽ തന്നെ 2 തരം സ്ലാബ് ഉണ്ട്, 1 way ഉണ്ട്, 2 way ഉണ്ട്. അതൊക്കെ നമുക്ക് അവിടുന്ന് പഠിക്കാം. അപ്പോൾ ഇങ്ങനത്തെ ബാർസുകൾ
ആദ്യം നമ്മൾ ഷോർട്ടർ സ്പാനിൽ ഇങ്ങനെ വലിയ ഡയമീറ്റർ ഉള്ള ഇപ്പോൾ 8 to 10 ഡയമീറ്റർ പിന്നെ ബാർ ഇടും. എന്നതിൻ്റെ ശേഷം അതിൽ തന്നെ പിന്നെ ആൾട്ടർനേറ്റ് പിന്നെ ബാർസ്. ഇപ്പോൾ ഇതൊന്നാണ് തൊട്ടടുത്തുള്ള ബാർ എന്ന് പറഞ്ഞാൽ ക്രാങ്ക്ഡ് ബാർ ആയിരിക്കും. ഇങ്ങനെ ഷിയർ ഫോഴ്സ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ക്രാങ്ക്ഡ് ബാർ ഉണ്ടായിരിക്കും. അപ്പോൾ 1.5 വിട്ടുള്ള ബാറൊക്കെ നമ്മൾ ക്രാങ്ക് ചെയ്തിരിക്കും. അതിന് ലെങ്ത്തിനും ഇതിനൊക്കെ ഒരു അളവും ഇതൊക്കെ ഉണ്ട്. നമുക്ക് ക്ലാസ്സിൽ പിന്നെ പറയാം. അപ്പോൾ ക്രാങ്ക്ഡ് ബാർ ഉണ്ട്. ഈ മെയിൻ ബാർ തന്നെ ക്രാങ്ക്ഡ് ബാറുകൾ ഉണ്ടാവും. ഒന്ന് ഫ്ലാറ്റ്, ഒന്ന് സ്ട്രൈറ്റ് ആണെങ്കിൽ സ്ട്രൈറ്റ് ബാർ ഉണ്ട്, അടുത്തത് ക്രാങ്ക്ഡ്, അടുത്തത് സ്ട്രൈറ്റ്, ക്രാങ്ക്ഡ്, ഇങ്ങനെ പോകും. ഇനി നീളത്തിൽ നമ്മളിടുന്ന കമ്പി, അതായത് ലോങ്ങർ സ്പാനിൽ ഇടുന്ന നമ്മൾ ഡിസ്ട്രിബ്യൂട്ടർ എന്നാണ് പറയുക. അതാണ് ഇങ്ങനെ വട്ടത്തിൽ ചെറുതായിട്ട് കാണുന്നത്, അത് നീളത്തിലുള്ളതാണ്. അത് നമ്മൾ ഇതിൻ്റെ മേലെ സ്ട്രൈറ്റ് ബാറിൻ്റെ മേലെ വയ്ക്കും. അപ്പോൾ ഇതിൽ ഒരു പർട്ടിക്കുലർ ലെങ്ത്തിൽ നമ്മളിവിടെ ക്രാങ്ക് ചെയ്തിട്ട് എന്തിനും ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഇതിൽ 2 ഡിസ്ട്രിബ്യൂട്ടർ വരുന്നുണ്ട്. ഡിസ്ട്രിബ്യൂട്ടർ അണ്ടർ ക്രാങ്ക്ഡ് ബാർ വരും കേട്ടോ. ഇതിൻ്റെ അടിയിലും നമ്മൾ ഇങ്ങനെ കൊടുക്കും. ഇത് നമ്മൾ പിന്നെ ഇതിൻ്റെ മേലെ ആയിരിക്കും നമ്മൾ പിന്നെ ഇതൊക്കെ വേണം. ഫോം വർക്ക് അടിക്കണം, അതിൻ്റെ മേലെ കമ്പി കെട്ടണം, ഞാൻ പറഞ്ഞ മാതിരി കമ്പി കെട്ടണം. അതിൻ്റെ മേലെ കോൺക്രീറ്റ് 1:2:4 1:1.5 to 3 ഇങ്ങനെയുള്ള പ്രൊപ്പോർഷനിലാണ് നമ്മൾ കൊടുക്കും. ഇതിൽ പിന്നെ റീഇൻഫോഴ്സ്ഡ് ബ്രിക്ക് കൊടുത്തിട്ടും ഈ നമ്മൾ RCC ചെയ്യാറുണ്ട്. പിന്നെ ഫ്ലാറ്റ് ആയതുകൊണ്ട് ഒരു 1:60 to 1:100 വരെ സ്ലോപ്പിൽ നമ്മൾ പ്ലാസ്റ്റർ ചെയ്യും. മേലെ ഇവിടെ അങ്ങനെ കർവ്ഡ് രൂപത്തിൽ കൊടുക്കും. അതിന് ഇതുണ്ടോ, പേരെന്താ, ഒരു പേര് കൊടുത്തിട്ടുണ്ട്. ഇത് പിന്നെ നമ്മളെ പാരപ്പറ്റ് വാളാണ്, കോപ്പിങ് പാരപ്പറ്റ് ഇതൊക്കെയാണ്. അപ്പോൾ ഇത് ചെരിച്ച് കൊടുക്കും കേട്ടോ, വെള്ളം ഒഴിവായി പോകാൻ. ഇത്രയാണ് RCCനെ പറ്റി നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് പിന്നെ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ സ്ലാബ് എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഈ വെള്ളം മേലെ നിന്ന് പോകാനുള്ളൊരു സംവിധാനം നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. ചെരിഞ്ഞ റൂഫാണെങ്കിൽ നമ്മൾ ഗട്ടർ കൊടുക്കും. നിങ്ങൾ കണ്ടില്ലേ, പാത്തി എന്ന് പറയും. ഇപ്പം എല്ലായിടത്തും ഉണ്ടാവും, ഈ റൂഫിനൊക്കെ കൊടുത്ത് കാണാം. പാത്തി കൊടുക്കുക, അതിലേക്ക് വെള്ളം വീഴുക, എന്നിട്ട് നമ്മൾ പൈപ്പ് കൂടെ താഴത്തേക്ക് ക്ലാമ്പ് അടിച്ചിട്ട് സെമി സർക്കുലർ കോളാർസോ മറ്റൊക്കെ ഉപയോഗിച്ചിട്ട് ഫിറ്റ് ചെയ്ത് നമ്മൾ താഴത്തേക്ക് ഇറക്കി കൊടുക്കും. ഇതിപ്പോൾ അതിൻ്റെ മറ്റൊരു രൂപമാണ് ഫ്ലാറ്റ് ഇത് പിക്ചർ റൂഫാണ്. ഇത് ഫ്ലാറ്റാണ്. ഇത് തന്നെ 2 ഭാഗത്തേക്ക് നമ്മൾ പിന്നെ ചെരിവ് കൊടുത്തിട്ട് പിന്നെ ഇതേമാതിരി സൈഡിലേത് കൊടുത്തിട്ട് വെള്ളം പിന്നെ പൈപ്പിലേക്ക് കൊടുക്കുന്ന ഒരു സിസ്റ്റം തന്നെയാണ്. 2 രീതിയിലും കൊടുക്കാം. ഡ്രൈനേജ് ഓഫ് ഫ്ലാറ്റ് റൂഫ് ഇതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വെള്ളം നമുക്ക് ഈസി ആയിട്ട് ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വെള്ളം ഭാഗത്ത് കെട്ടിക്കിടക്കാനൊക്കെ ചാൻസ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നമ്മൾ ഫ്ലാറ്റ് റൂഫിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്നും വല്ലാതൊന്നും ഉണ്ടാവില്ല. ഇനി നമുക്ക് പറയുന്നത് കർവ്ഡ് റൂഫാണ്. അപ്പോൾ നമ്മൾ ഫ്ലാറ്റ് കഴിഞ്ഞു, പിച്ചഡ് കഴിഞ്ഞു, ഫ്ലാറ്റ് കഴിഞ്ഞു, ഇനി കർവ്ഡിലേക്കാണ്. കർവ്ഡ് എന്ന് പറഞ്ഞാൽ സർക്കുലർ ഷേപ്പ് ആയിരിക്കും, നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ കർവ്ഡ് റൂഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടെയൊക്കെ കണ്ടിട്ടുണ്ടാവുക? ഈ കർവ്ഡ് റൂഫ് എന്ന് പറഞ്ഞാൽ പിച്ചഡ് റൂഫിൻ്റെ മറ്റൊരു രൂപം തന്നെയാണ്. പിച്ചഡ് റൂഫിൽ ഒരു ഭാഗത്തേക്ക് മാത്രം വെള്ളം ഫ്ലോ ചെയ്ത് പോകാൻ വെച്ചാൽ അത് എല്ലാ ഭാഗത്തു കൂടിയും റൗണ്ടിൽ പോവുകയാണ്, ഒരു കർവ്ഡ് സർഫസ് കൂടെ പോവുകയാണ്. അതാണ് ഇതിൽ നടക്കുന്നത്. അപ്പോൾ ഇത് പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ വെരി ഡിഫിക്കൽട്ടാണ്. പക്ഷേ ഇത് ആർക്കിടെക്ചറൽ എഫക്റ്റ്, ബ്യൂട്ടി കുറച്ച് കൂടുതലാണ് ഈ സാധനത്തിന്. അതുകൊണ്ടാണ് ഇതിൽ നമ്മൾ കാര്യപ്പെട്ട് കടന്ന് അറിയുന്നത്. മറ്റുള്ളതിനെ കമ്പയർ ചെയ്യുമ്പോൾ നല്ല ലേബറൊക്കെ നല്ല വരും, നല്ല സ്കില്ലുമാണ്. അപ്പോൾ സാധാരണ നമ്മൾ കാണുന്നത് ഷെൽ റൂഫുകളും ഡോംസ് ആണ്. ഡോംസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ട ഒരു സെമി സ്പിയർ, അതായത് ഒരു പന്തിനെ പകുതി മുറിച്ചിട്ട് കമുത്തി വെച്ചാൽ എങ്ങനെയാ വെച്ചാൽ ഇപ്പോൾ ഈ മോസ്ക് ഇതിനൊക്കെ ഉണ്ടാവും ഈ സാധനം മിക്കവാറും ഉപയോഗിക്കുന്നത്. കർവ്ഡ് റൂഫാണ് ഉപയോഗിക്കുന്നത്. വലിയ വലിയ സ്ട്രക്ചേഴ്സിനെ ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഷെൽ റൂഫ് എന്ന് പറഞ്ഞാൽ ഫാക്ടറി ഇങ്ങനത്തെ സാധനങ്ങൾക്ക് മറ്റേ ലൈബ്രറീസ് തിയേറ്റേഴ്സിനൊക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗോഡൗൺസിനൊക്കെ അത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് മെറ്റലൊക്കെ വന്നതിന് ശേഷം നല്ല ഇതാണ്, നമ്മളതിൻ്റെ മേലെ പോളികാർബൈഡ് ഷീറ്റൊക്കെ ഇട്ടിട്ട് ഏത് രൂപത്തിലാക്കുന്നുണ്ട്. പക്ഷെ കോൺക്രീറ്റ് മറ്റേ മരത്തിൻ്റെ ഒക്കെ ഉണ്ടാക്കാന്നാണ് നല്ല സ്കില്ല് വേണം, കാണാൻ നല്ല ഭംഗിയുണ്ടായിരിക്കും. അപ്പോൾ ഏതൊക്കെ ടൈപ്പാണ് കർവ്ഡ് റൂഫ് എന്ന് നോക്കാം നമുക്ക്. നോർത്തിലായിട്ട് ഷെൽ റൂഫിൽ വരുന്നതാണ് ഡെസ്ക്രിപ്ഷൻ. അതിൻ്റെ ഡെസ്ക്രിപ്ഷൻ പറയുന്നതാണ്, കണ്ടില്ലേ ഒരു ഐസോമെട്രിക് വ്യൂ ഉണ്ടല്ലേ. അപ്പോൾ ഇതിൽ പറഞ്ഞാൽ ദീസ് ഷെൽ റൂഫ്സ് ആർ യൂസ്ഫുൾ ഫോർ സ്ട്രക്ചേഴ്സ് സച്ച് ആസ് ഫാക്ടറീസ്. ദീസ് ആർ യൂസ്ഡ് ഇൻ നോർത്തേൺ ഏരിയ. ഫാക്ടറികൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ കർവ്ഡ് റൂഫ്. നോർത്തിലായിട്ട് സ്റ്റീൽ റൂഫ് എന്നാണ് അതിൻ്റെ പേര്. അടുത്തത് ഡോമാണ്. ഡോം എന്ന് പറഞ്ഞാൽ ഞാൻ ഷെൽ റൂഫിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇനി ഡോം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, പിന്നെ എന്താ മലയാളത്തിൽ അതിന് പറയാം, മിനാരോ. 4 ഭാഗത്തേക്കും ഏത് ഡയറക്ഷനിലേക്കും കർവ്ഡായിട്ട് കിടക്കുന്ന ഒരു ഇത്.
The element of architecture that resembles the hollow upper half of a sphere in the half, made of various materials used for appearance കാണാൻ നല്ല ഭംഗിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. പിന്നെ ബാരൽ വാൾട്ട് ഷെൽ റൂഫ്, ഇത് ഇഷ്ടിക കൊണ്ട് ഇങ്ങനെ നമ്മൾ കെട്ടിയിട്ട് ഇങ്ങനെ കൊടുക്കുന്നതാണ്. ഇതിപ്പോൾ ആസ്പെറ്റോസിലും ഇങ്ങനെ കിട്ടാനുണ്ട്. ഇപ്പോൾ ഇതേമാതിരി ഷെൽ ഈ റൂഫ് കവറിങ് മെറ്റീരിയൽസ് തന്നെ ഇതേ ഷേപ്പിൽ വരുന്നുണ്ട്, ആസ്പെറ്റോസിൽ തന്നെ കിട്ടാറുണ്ട്. ഇപ്പോൾ മാവൂർ, കോഴിക്കോട് മാവൂർ ബസ് സ്റ്റാൻഡൊക്കെ ഒരു സ്പാൻ ഒറ്റ റൂഫാണ്. നിങ്ങൾ മുമ്പ് നോക്കിയാൽ അറിയാം. അപ്പോൾ എഡ്ജ് ബീം ഇത് ഇഷ്ടിക കൊണ്ട് ഉണ്ടാക്കിയ ആർച്ച് ഷേപ്പിലുള്ളതാണ്. ഇത് എന്താ എഴുതിയിരിക്കുന്നത്? ഇറ്റ് ഈസ് യൂസ്ഫുൾ വെൻ റൂഫ് ഈസ് ടു ബി പ്രൊവൈഡഡ് ഇൻ സർക്കുലർ ബ്രിക്ക് വർക്ക്. ആർച്ചാണ്, സർക്കുലർ ബ്രിക്ക് വർക്കാണ്. അപ്പോൾ അത്രയാണ് കെർബ്ഡ് റൂഫിൽ വരുന്നത്. പിന്നെ കോൺക്രീറ്റ് കൊണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. കോൺക്രീറ്റ് കൊണ്ട് നമ്മളിപ്പോൾ മോഡേൺ ആയിട്ടുള്ള ബിൽഡിങ്ങൾ RCCയിൽ നമ്മൾ കെർബ്ഡ് റൂഫ് ഉപയോഗിക്കും. ഇനി ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും ഇതിനൊക്കെ റൂഫ് കവറിങ് മെറ്റീരിയൽസ് നമുക്ക് വേണം. അതിനെപ്പറ്റി നമ്മൾ പറഞ്ഞിട്ടില്ല. പിച്ചർ റൂഫിനാണെങ്കിലും വേണം, ഫ്ലാറ്റിന് വേണ്ട, പിന്നെ ഇതിന് വേണം, കർബിഡിന് വേണം. അപ്പോൾ അത് നോക്കാം. റൂഫ് കവറിങ് പിച്ചർ റൂഫ്സിനാണ് ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത്. അപ്പോൾ പിച്ചർ റൂഫിന് ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ റൂഫിനെ നമ്മളിത് പ്രൊവൈഡ് ചെയ്യുന്നതിന് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഫോളോയിങ് പോയിന്റ് ഷുഡ് ബി കൺസിഡേർഡ്. നമ്മൾ കുറച്ച് പോയിന്റ്സുകൾ താഴെ പറഞ്ഞ് കൺസിഡർ ചെയ്യാം ഏതൊക്കെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ കവറിങ് ഫോർ പിച്ചർ റൂഫ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. എന്തായാലും ഇതിൻ്റെ ഉദ്ദേശം പ്രൊട്ടക്റ്റ് ടു റെയിൻ വാട്ടർ, സണ്ണ്, സ്നോ എക്സെട്ര, ഇത് പ്രൊട്ടക്റ്റ് ചെയ്യാണ്, അതാണ് ഇതിൻ്റെ ഉദ്ദേശം റൂഫ് കവറിങ്. അപ്പോൾ ഇത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, കുറച്ച് പോയിന്റ്സ്. ക്ലൈമറ്റ് ഓഫ് ലൊക്കാലിറ്റി, ആ ലൊക്കാലിറ്റിയുടെ ക്ലൈമറ്റ് നോക്കണം. നേച്ചർ ഓഫ് ദി ബിൽഡിങ്ങിൻ്റെ നേച്ചർ. ഇനീഷ്യൽ കോസ്റ്റ് ആൻഡ് മെയിൻ്റനൻസ് കോസ്റ്റ്. നമുക്ക് ഇനീഷ്യൽ കോസ്റ്റ് അത് അതിന് പൈസ വേണം. അപ്പോൾ അതിൻ്റെ അനുസരിച്ചിട്ടുള്ളതും മെയിൻ്റനൻസ് ഒക്കെ നമുക്ക് കഴിയുമോ എന്നുള്ളത് വേണം. ഡ്യൂറബിലിറ്റി, എത്ര കാലം ഈട് നിൽക്കും എന്നുള്ളത്. അവൈലബിലിറ്റി ഓഫ് മെറ്റീരിയൽ, ആ പ്രദേശത്ത് അത് അവൈലബിൾ ആണോ എന്നുകൂടി നോക്കണം. പിന്നെ നമുക്ക് വേണ്ട ഫാബ്രിക്കേഷൻ ഫെസിലിറ്റീസ് വേണം. ടൈപ്പ് ഓഫ് റൂഫ് ഫ്രെയിം വർക്കുകൾ വേണം. പിന്നെ ഫ്രെയിം വർക്ക് എന്നാൽ ഡ്രസ്സ് ആവാം, മറ്റുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ റെസിസ്റ്റൻസ് ഓഫ് ഫയർ ആൻഡ് ഹീറ്റ്, അത് ബിൽഡിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്. ഫാക്ടറി ആണെന്നുണ്ടെങ്കിൽ കത്തിപ്പിടിക്കാനൊക്കെ ഉള്ള കൂടുതലാണ്. അപ്പോൾ അതിനനുസരിച്ച് സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ലൊക്കാലിറ്റി, അതിൻ്റെ ഒക്കെ കാര്യങ്ങളാണ്. പിന്നെ റൂഫ് കവറിങ് മെറ്റീരിയൽസിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാട്ടോ അതിൽ ഇനി വരുന്നത്. നിങ്ങളാരും കേട്ടതും ഉണ്ടാവും, കേൾക്കാത്തതും ഉണ്ടാവും. ഈ താച്ച് എന്നൊരു സാധനമുണ്ട്. എക്സ്റ്റെൻസീവ്ലി അത് എവിടെ ഡിസ്ക്രിപ്ഷനിൽ കണ്ടില്ലേ താച്ച്, ഇതവിടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഞാനത് കണ്ടിട്ടൊന്നുമില്ല, ഇങ്ങനെ നെറ്റിലൊക്കെ കണ്ടുള്ള പരിചയമുള്ളൂ. എക്സ്റ്റെൻസീവ്ലി യൂസർ ഇൻ ഷെഡുകൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ വില്ലേജസ് ചീപ്പസ്റ്റ് ആണ്, ലൈറ്റസ്റ്റ് മെറ്റീരിയലാണ്, അൺസ്യൂട്ടബിൾ അഗെയിൻസ്റ്റ് വിൻഡ് പാറ്റേൺസ്. അപ്പോൾ ഈ കാറ്റൊക്കെ അടിച്ചാൽ എന്തൊക്കെ പ്രശ്നമുണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതാണ് താച്ച് എന്ന് പറഞ്ഞ സാധനം. നമ്മളവിടെ ഒന്നും കണ്ട് കാണാറില്ല. ഇനി ടൈൽസ് ആണ്. ടൈൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നതാണ്. ടൈല് പല ടൈപ്പ് ടൈൽ. ഇത് മാംഗ്ലൂർ ടൈപ്പാണ്, ഇത് നമ്മളവിടെ ഒക്കെ ഉപയോഗിക്കുന്ന സാധാ ടൈലാണ്. ഇത് പാൻ ടൈൽസ്, പല ടൈപ്പ് ഇതേമാതിരി ടൈൽസുകളൊക്കെ ഉണ്ട്. അലഹാബാദ് ടൈൽസൊക്കെ നമ്മൾ ഇതിൽ പഠിച്ചിട്ടുണ്ട് മുമ്പ് കേട്ടോ. അപ്പോൾ ദീസ് ആർ ലാർജ്ലി യൂസ്ഡ് ഫോർ വേരിയസ് കൈൻഡ് ഓഫ് ടൈൽസ് ആർ യൂസ്ഡ് കോമൺലി യൂസ്ഡ് ഫോർ കവറിങ് സ്ലോപ്ഡ് റൂഫ്. ടൈൽസ് ആണത്, മണ്ണാണ് മിക്കവാറും. ഇനി പോളികാർബണേറ്റ് ഷീറ്റാണ്. പോളികാർബണേറ്റ് ഷീറ്റ് ഇപ്പോൾ നല്ല അവൈലബിൾ ആണ്. ഇപ്പോൾ എല്ലാവരും ഫാഷൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് പിന്നെ സൺ ലൈറ്റിന് നമുക്ക് ലൈറ്റ് ആവശ്യമുള്ള സ്ഥലത്ത് ഇത് ഇടുന്നത് എപ്പോഴും നല്ലതാണ്. ഷെയ്ഡ് ഉണ്ടാവും, എന്നാൽ ഒപ്പം ലൈറ്റും അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ടൈപ്പ് മെറ്റീരിയൽ ആണ്. ഹീറ്റ് ഇൻസുലേറ്റർ ആണ്, ഗുഡ് ലൈറ്റ് ട്രാൻസ്മിഷൻ ആണ്, ഗുഡ് വെതർ റെസിസ്റ്റൻസ് ആൻഡ് UV പ്രൊട്ടക്ഷൻ ആണ് കേട്ടോ. അപ്പോൾ അത് പിന്നെ ഗ്ലാസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഗ്ലാസ് ഹൗസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ ഒരു ഡെക്കറേറ്റീവ് ആയിട്ടുള്ള വീടുകൾക്കൊക്കെ, അതായത് നമ്മൾ പിന്നെ സാധാ വീടിനൊന്നും ഉപയോഗിക്കാറൊന്നുമില്ല. ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ഗാർഡൻസിലോ അങ്ങനത്തെ ഇതിലൊക്കെ സാധാരണ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ വീടുകളിൽ ഉപയോഗിക്കൽ തുടങ്ങി കേട്ടോ. സ്ട്രക്ചറൽ ഗ്ലാസ് ഹാസ് ബീൻ അവൈലബിൾ അറ്റ് ഡിഫറെൻറ്റ് ഗേജസ്, പല ഗേജസ് കട്ടിയിൽ നമുക്കിത് കിട്ടും. ഫൈബർ ഗ്ലാസ് ബോത്ത് സ്ട്രോങ്, ഹൈറ്റ്, വെയിറ്റ്, പ്രൊവൈഡ് ഗുഡ് ലൈറ്റ് ട്രാൻസ്മിഷൻ, ഗുഡ് അപ്പിയറൻസ്. അപ്പോൾ സാധാരണ വീടിനെ നമ്മൾ ഉപയോഗിക്കാറില്ല. ഇനി സ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ആ ഭാഗത്ത് കിട്ടുന്ന മെറ്റീരിയൽ ആയതുകൊണ്ട് നമ്മളവിടെ മണ്ണ് കുറേ ഉപയോഗിക്കേണ്ട. നമ്മൾ മണ്ണ് കൊണ്ടുള്ള ടൈൽസ് ഉണ്ടാക്കുന്നു, വീട് ഉണ്ടാക്കുന്നു. ഇവിടെ ഇപ്പോൾ സ്ലൈറ്റ് പറഞ്ഞൊരു പാറുണ്ട്, അത് സർട്ടിഫൈഡ് റോക്കാണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് മുറിച്ചെടുക്കാം, ഒരു കുഴപ്പമില്ല. അതിന്മേൽ ഡിസ്റ്റർബൻസ് ഒന്നും വരാത്തോളം കാലം അതിനൊരു കേടും വരില്ല. പക്ഷെ അടിച്ചാലൊക്കെ പെട്ടെന്ന് പൊട്ടും. അപ്പോൾ അങ്ങനത്തെ ടൈൽസ് ഇത് കണ്ടില്ലേ, സോഫ്റ്റാണ്. പിന്നെ ആസ്പെറ്റോ സിമെന്റ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ
പിന്നെ നമ്മൾ സാധാരണ ഇപ്പോൾ എല്ലായിടത്തും കാണുന്നതാണ് കോരുഗേറ്റഡ് ഷീറ്റ് ആയിരിക്കും. കോരുഗേറ്റഡ് പറഞ്ഞാൽ അങ്ങനെ വളഞ്ഞുള്ളതാണ് കോരുഗേഷൻ. അതായത് ഇതിൽ ഉപയോഗിക്കുന്നത് 15% ഓഫ് ആസ്ബറ്റോസിന്റെ ഫൈബറും ബാക്കി സിമെന്റും AC-യും. അതാണ് ഈ ആസ്ബറ്റോസ് സിമെന്റ് ഷീറ്റ് മിക്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഗ്രൂസ് കോരുഗേഷൻസ് ഇങ്ങനത്തെ ഒക്കെ കൊടുക്കാറുണ്ട്. അവൈലബിൾ ഡിഫറെൻറ്റ് ട്രേഡ് സച്ച് ആസ് ബിഗ് 6 ഷീറ്റ്, വളരെ വലിപ്പമുള്ള ഷീറ്റ് 6 feet ഒക്കെ ഉള്ളത് കിട്ടും. ഇത് എവിടെ ഉപയോഗിക്കുന്നത് നമുക്കറിയാം, വർക്ക്ഷോപ്പുകളിലും ഇവിടെയൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷെ ഇത് കുറച്ച് ഹാംഫുൾ ആണെന്ന് പറയുന്നു, നമുക്ക് നല്ലതല്ല ആരോഗ്യത്തിന് പറയുന്നു. എന്നാലും വലിയ ഇതിലൊക്കെ ഉപയോഗിക്കുന്നു. അതും ഇതേമാതിരി തന്നെയാണ്. അതിനെ ഡിസ്റ്റർബ് ചെയ്യാതെ മറ്റേ കല്ല് വീഴുക അങ്ങനത്തെ ഇതൊന്നും ഇല്ലാതെ നോക്കുകയാണെങ്കിൽ എത്ര കാലം വരെയും ഡ്യൂറബിൾ ഇതാണ്, ഒരുപാട് കാലം ഈട് നിൽക്കുന്ന സാധനമാണ്. പക്ഷെ അതിനെ ഡിസ്റ്റർബ് ആകാൻ പാടില്ല, പൊട്ടാനൊന്നും വെയിറ്റ് അങ്ങനത്തെ ഒന്നും ഇതില്ല. ഒരു ക്ലൈമാറ്റിക് കണ്ടീഷൻ എത്ര വേണമെങ്കിലും താങ്ങിക്കോളും. അപ്പോൾ അതാണ് ആസ്ബറ്റോസ് AC ഷീറ്റ് എന്ന് നമ്മൾ പറയുന്നത്, കോരുഗേറ്റഡ് ഷീറ്റാണ്. പിന്നെ ഷിംഗിൾസ് എന്ന് പറഞ്ഞൊരു സാധനം. ഷിംഗിൾസ് എന്ന് പറഞ്ഞാൽ വുഡിൻ്റെ, ഇപ്പോൾ നമ്മൾ നേരത്തെ സ്ലൈറ്റ് കണ്ടില്ലേ, അതേമാതിരി തന്നെ വുഡിൻ്റെ പീസസുകൾ. ഇതൊക്കെ മഴ പെയ്യുന്നിടത്തൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചില ക്ലൈമറ്റിന് ഈ വുഡ് ഈസ് ഹില്ലി ഏരിയയിൽ വുഡ് ഈസ് മോർ അവൈലബിൾ. അങ്ങനത്തെ സ്ഥലങ്ങൾ കൊടുക്കുന്ന ഒരു സംവിധാനമാണ് വുഡ് ഷിംഗിൾസ്. സ്പ്ലിറ്റ് തിൻ പീസസ് ആക്കിയിട്ട് കൊടുത്ത മറ്റേ അത് കൊടുത്ത അതേമാതിരി തന്നെ വെൽ സീസൺഡ് ടിമ്പർ റിസംബ്ലിങ് സ്ലൈറ്റ് ഓർ ടൈൽസ്. അപ്പോൾ അത് അങ്ങനെ, അപ്പോൾ ഹിൽ ഏരിയസിലാണെന്ന് കിട്ടും. പിന്നെ മാനർ സ്ലൈറ്റ് ഓർ ടൈൽസ്. അപ്പോൾ ലൈഡ് ഇന്നെ സ്ലൈറ്റൊക്കെ നമ്മൾ ലൈഡ് ചെയ്തതേ മാനർ തന്നെ ഇത് കൊടുക്കുക, അതങ്ങനെ. ഇനി ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ എന്താണ്, കോരുഗേറ്റഡ് ഗാൽവനൈസ്ഡ് അയൺ ഷീറ്റ് ഇഷ്ടംമാതിരി ഉപയോഗിക്കുന്നത്. കുറച്ചുകൂടി കഴിഞ്ഞാൽ കേരളം മുഴുവൻ ഷെഡ് പന്തലാവും. നമ്മളത് അത്രയും എല്ലായിടത്തും പന്തലിടുകയാണ് ഇപ്പോൾ. ഈ ഷീറ്റിന് വലിയ വിലയില്ല, എന്നാൽ എന്താ പറയുക, പെട്ടെന്ന് ചെയ്യാനൊക്കെ കഴിയും. പ്രിപ്പയർഡ് ബൈ പ്രസ്സിങ് ഫ്ലാറ്റ് റോട്ട് അയൺ പ്ലേറ്റ് ബിറ്റ്വീൻ റോളേഴ്സ്. പ്രസ് ചെയ്തുണ്ടാക്കുന്നതാണ്. ഗ്രൂസ് കോരുഗേറ്റഡ് ഇതേമാതിരി ഇതിൽ കിട്ടും. പിന്നെ ഗാൽവനൈസ്ഡ് വിത്ത് കോട്ട് ഓഫ് സിങ്ക്, അതിൻ്റെ മേലെ ഒരു കോട്ടിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ കോരുഗേഷൻസ് എന്ന് പറഞ്ഞാൽ ചാലുകളൊക്കെ ഉള്ള രീതിയിൽ പല ഷെയ്ഡിൽ, പിന്നെ റിജിഡിറ്റി ഒക്കെ ഉണ്ട്, കുറേ കാലം വീട് നിൽക്കും. അങ്ങനെയാണ് ഷീറ്റ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഈ ഒരു സംഭവമാണ് കേട്ടോ. ഇനി നമുക്ക് റബ്ബർ റോയിഡ്, ഇതൊരു ഷീറ്റാണ്. ഇത് കണ്ടില്ലേ, ഇതിൽ ഫോട്ടോ ഉണ്ട് കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് വേണമെങ്കിൽ ലൈറ്റ് ഫ്ലെക്സിബിൾ ആണ്, ഏത് കർവ്ഡ് റൂഫിനൊക്കെ പതിക്കാൻ പറ്റും. ആൻഡ് വാട്ടർ പ്രൂഫാണ്. നോട്ട് അഫക്റ്റഡ് ബൈ ഹീറ്റ് അഫക്റ്റ് ചെയ്യില്ല, ഓർ കോള് അതൊന്നും ഇല്ല. നോട്ട് അറ്റാക്ക്ഡ് ബൈ ഫയറോ, തീ പിടിക്കില്ല. അവൈലബിൾ ഇൻ റോൾസ് ആയിട്ട് കിട്ടും. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഫ്ലാറ്റ് റൂഫിലും വേണമെങ്കിൽ പ്രൊവൈഡ് ചെയ്യാം, കർവ്ഡ് റൂഫിലൊക്കെ പ്രൊവൈഡ് ചെയ്യാം പറ്റുന്ന ഒരു തരം ഷീറ്റ്. അപ്പോൾ റബ്ബറൈസ്ഡ് ആയിരിക്കും തോന്നുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മളെ റൂഫ് കവറിങ് മെറ്റീരിയൽസ്. അതോടുകൂടി നമുക്കിപ്പോൾ ഉള്ള എന്താ പറയുക, ഇതുവരെ നമ്മളെടുത്ത ചാപ്റ്ററുകൾ നമ്മൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സമ്മ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇതോടുകൂടി. പിന്നെ ഈ ഒരൊറ്റ ഇത് ഇനി നമുക്ക് സെക്കൻഡ് സമ്മിലുള്ള ഇത് സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് ഓർഡറിലൊന്നും വന്നിട്ടില്ല, അതാണ് ഇനി നമുക്കുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ITA തുറക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ പുതിയ സമ്മ് ഇതേമാതിരി തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഓർഡർ വരികയാണെങ്കിലോ നമുക്ക് വീണ്ടും ക്ലാസ് എടുക്കാം. പിന്നെ ഇനി അതേമാതിരി നമുക്ക് റിവിഷൻ ഉണ്ട്. അപ്പോൾ റിവിഷൻ അതേമാതിരി ആദ്യം മുതൽക്ക് നമുക്ക് അടിച്ച് ഭാഗത്തു നിന്ന് ഇങ്ങനെ ചെയ്തു പോരാം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത റിവിഷൻ എടുക്കുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.